പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മദ്യം വാങ്ങുന്നതിന് 20 രൂപ നിക്ഷേപം വാങ്ങുന്ന പദ്ധതിയിൽ നല്ല പ്രതികരണം. ഇന്നലെ മുതലാണ് തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 10 വീതം ഔട്ട്ലെറ്റുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി തുടങ്ങിയത്. മദ്യത്തിന് അധികമായി നൽകേണ്ടി വന്ന 20 രൂപ അപ്പോൾ തന്നെ തിരികെ വാങ്ങാൻ നിരവധി വഴികളാണ് മദ്യപന്മാർ സ്വീകരിച്ചത്. ഇതാണ് ഏറെ കൗതുകവും. ചിലർ ഔട്ട്ലെറ്റിന് സമീപത്തു നിന്ന് തന്നെ മദ്യം അകത്താക്കി. മിനിറ്റുകൾക്കുള്ളിൽ കൗണ്ടറിലെത്തി കുപ്പി തിരികെ നൽകി 20 രൂപ തിരികെ വാങ്ങി. ഇതിൽ കൂടുതലും ക്വാർട്ടർ കുപ്പികളായിരുന്നു. മറ്റു ചിലരാകട്ടെ എല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് കാലിക്കുപ്പിയുമായാണ് മദ്യം വാങ്ങാനെത്തിയത്. കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ മദ്യം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കാലി ബോട്ടിലേക്ക് മാറ്റി കുപ്പി തിരികെ നൽകി പണവുമായി മടങ്ങി. ഫലത്തിൽ നല്ല പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടുന്നത് ക്രമസമാധാന പ്രശ്നമാകുമോ എന്ന ആശങ്ക പോലീസിനുണ്ട്. ഔട്ട്ലെറ്റുകൾക്ക് സമീപം പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിക്ഷേപത്തുകയ്ക്ക് രസീത് നൽകാത്തതിൽ തർക്കങ്ങളുമുണ്ട്. ഇന്നുകൊണ്ട് അതിന് പരിഹാരം കാണുമെന്നാണ് ബെവ്കോ അറിയിച്ചിരിക്കുന്നത്. കാലിക്കുപ്പി ശേഖരിക്കാനും പണം നൽകാനും പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിൽപ്പനയും കുപ്പി തിരികെ വാങ്ങി പണം നൽകലും എല്ലാം തകൃതിയായി നടക്കുമ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ ബെവ്കോയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ മേഖല കൂടുതൽ ലാഭത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ബീവറേജിൻ്റെയും പ്രതീക്ഷ. ഏതായാലും കുടിയന്മാർക്ക് നല്ല കാലവും ഒപ്പം കുപ്പികൾ തിരിച്ചു നൽകി വീണ്ടും മദ്യപിച്ചതിന് ശേഷം ഒരു ടിപ്പ് ലഭിക്കുന്നത് പോലെ 20 രൂപയും ലഭിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നാണ് നമ്മുടെ പരിസരത്തുള്ള മദ്യപന്മാർ നൽകുന്ന അപ്ഡേറ്റ്സ്.